ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് പറയാൻ പോകുന്ന വിഷയം OCD കുറിച്ചാണ്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അതായത് ഒരു മനസ്സിന്റെ ഒരു ആഗ്രഹം, ഈ ആഗ്രഹത്തെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രവണത. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു ആള് ഒരു ഡോർ ലോക്ക് ചെയ്തു. ആ ലോക്ക് ചെയ്തിട്ട് അടുത്ത് വരുന്ന തോട്ട് ഞാൻ ലോക്ക് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഒരു തോട്ട് വരുന്നു. അതിന് എന്ത് ചെയ്യുന്നു? അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും പോയിട്ട് അതിന് നോക്കുന്നു. ഒരാൾക്കൊരു ഷാക്കൻഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഷാക്കൻഡ് കൊടുത്തു. അത് കഴിഞ്ഞ് വിചാരിക്കുന്നത്, അയ്യോ, ആ ഷാക്കൻഡ് കാരണം അദ്ദേഹത്തിന്റെ ബാക്ടീരിയ നമ്മളിൽ വന്നോ അല്ലെങ്കിൽ ഫംഗസ് വന്നോ എന്ന് പറഞ്ഞിട്ട് ഉടനെ പോയി കൈ വാഷ് ചെയ്യുന്ന ഒരു ടെൻഡൻസി. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ കയ്യില്, നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ബാക്ടീരിയയോ ഫംഗസോ ഒക്കെ വന്ന് പോയിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് പോയി അതിനെ വാഷ് ചെയ്ത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അതിനെ വാഷ് ചെയ്ത് കളയുന്ന ഒരവസ്ഥ. ഇതൊക്കെ ചെറിയ ചെറിയ എക്സാമ്പിൾസ് ആണ്. അതുപോലെ നോട്ട് എണ്ണുന്നത്. ഒരിക്കൽ നോട്ട് എണ്ണിയാൽ പോരാ, ഒരുപാട് പ്രാവശ്യം ഒരു നോട്ട് എണ്ണി അതിനെ കൺഫേം ചെയ്യുന്നു, ഇത്രയാണ് എന്ന് ഒരു കൺഫേമിലോട്ട് വരും. അപ്പൊ ഇങ്ങനെ ഒരുപാട് സിംറ്റംസ് കാണിക്കാറുണ്ട്. കാരണം പലതാണ്. ജനറ്റിക്കൽ ഫാക്ടർ ഉണ്ട്, ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ട്, ട്രോമ തന്നെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, മുറിവുകൾ അതുണ്ട്. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ബ്രെയിനിൽ വരുന്ന വോളിയത്തിന്റെ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഏറ്റക്കുറച്ചിലുകൾ, എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ്. ഒരു റീസൺ അല്ല, ക്ലസ്റ്റർ ഓഫ് മൊത്തത്തിൽ ഒരുപാട് റീസൺസ് കൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടോടുകൂടി കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുത്ത്, അതായത് ടോക്ക് തെറാപ്പിയും അതുമായി ബന്ധപ്പെട്ട റിലാക്സേഷൻ തെറാപ്പിയും ഒക്കെ കൊടുത്ത് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. പിന്നെ ഈ പറയുന്ന ഹോർമോണൽ ഇംബാലൻസ്, നേരത്തെ പറഞ്ഞ ട്രാൻസ്മിറ്റേഴ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ, മെയിൻലി സെറട്ടോണിൻ, അതിനെയൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസും കൊടുത്ത് തീർച്ചയായിട്ടും നമുക്കിതിനെ ഒരു സാധാരണ ഒരു കൺട്രോൾ ലെവലിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. ഐഡന്റിഫൈ ചെയ്ത് നേരത്തെ അതിനെ കറക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. താങ്ക് യു വെരി മച്ച്.